പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും 100% അല്ല 101% വിശ്വാസയോഗ്യമായ സ്ഥാപനം. പറ്റിക്കപ്പെടുമെന്നുള്ള ടെൻഷനും വേണ്ട. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് വളരെ വേഗം ലോൺ നേടാനും സാധിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇന്ത്യ പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് എങ്ങനെ ലോൺ നേടാൻ സാധിക്കും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഈ ലോൺ ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക്. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് ഈ ഒരു ബാങ്ക് പുതിയൊരു പേഴ്സണൽ ലോൺ പദ്ധതിയുമായി വന്നിരിക്കുകയാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു ലോൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സാധാരണ നമുക്ക് നമ്മുടെ ഫോണുകളിലും അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ നമുക്ക് വരാറുണ്ട്, ലോൺ നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ലഭിക്കും. നമ്മൾ ഇങ്ങനെ ഈ ഒരു ചതിക്കുഴികളിലൊന്നും ചാടാൻ പാടില്ല. കാരണം RBI അംഗീകൃത അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത ലോൺ ആപ്ലിക്കേഷൻ ആ ഒരു ലോണിന് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പലിശ നൽകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഈട് അല്ലെങ്കിൽ ഒരു കൊളാട്ടർ നൽകുന്നുണ്ടാവും. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ്, അതായത് ഈ ഒരു പോസ്റ്റൽ സേവിംഗ് ബാങ്ക്, ഈ ഒരു ബാങ്കിന്റെ അധീനതയിൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഇത് 100% സേഫ് ആണ്. അത് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ ആണിത്. ഇന്ത്യ പോസ്റ്റൽ ബാങ്ക് ആണ് ഈ ഒരു പദ്ധതി നമുക്ക് നൽകുന്നത്. ഇവരുടെ ഈ ഒരു ബാങ്കിംഗ് സംവിധാനം ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഈ ഒരു ലോൺ നേടാൻ സാധിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോണിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മറ്റേതൊരു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ പലിശ അധികമായിരിക്കും, അല്ലെങ്കിൽ കൊളാട്രൽ കൂടുതൽ നൽകേണ്ടി വരും. അങ്ങനെ പല ടെൻഷനും ഉണ്ട്. പക്ഷേ ഇന്ത്യ പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും വിശ്വാസയോഗ്യമാണ്. വർഷങ്ങളായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ ഈ ലോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റ് ഓഫീസ് സ്കീം അങ്ങനെ എല്ലാവരും ആ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 100% നമുക്ക് വിശ്വാസയോഗ്യമായ ഈ ഒരു ഇന്ത്യ പോർട്ടലിൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യ പോർട്ടൽ സേവിംഗ് ഈ ഒരു ബാങ്കിൽ നമുക്ക് എങ്ങനെയാണ് ലോൺ എടുക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയി ഈ ഒരു ഇന്ത്യ പോസ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സൈറ്റിൽ കയറാൻ സാധിക്കും. ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ ലോൺസ്, ബിസിനസ് ലോൺസ്, ഹൗസിംഗ് ലോൺസ്, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ. നിങ്ങൾ ഏത് തരത്തിലുള്ള ലോണാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലോൺ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ്, ഈ ഒരു ഇന്ത്യ പോസ്റ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കീമുകളാണ് ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ബിസിനസ് ആവശ്യത്തിനും ഇവിടെ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കും. നിങ്ങൾ സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ആ വീട് നിർമ്മിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സഹായം, ഈ ഒരു ലോണിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഗോൾഡ് ലോൺ, നിങ്ങൾക്ക് ഗോൾഡ് ലോണും ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. ഈ ലോണുകളെല്ലാം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം മറ്റു പല ബാങ്കുകളിലും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. നമുക്കൊരു കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോഴായിരിക്കും നമ്മളൊരു ലോണിനായി ഒരു ബാങ്കിനെ സമീപിക്കുന്നത്. പക്ഷേ ചില ബാങ്കുകൾ കൊള്ള പലിശ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വായ്പയ്ക്കായി പോകുന്നത്. പക്ഷേ നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾക്ക് പലിശ നൽകേണ്ടി വരുന്നു. നമ്മൾ എന്തെങ്കിലും കൊളാട്ടറലായിട്ട് നമ്മളുടെ വീടോ വസ്തുവോ എന്തെങ്കിലും പണയം നൽകുകയും അത് നഷ്ടമാകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു സ്കീം എടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ നേടാൻ സാധിക്കും എന്നതാണ് ഈ ഒരു ലോണിന്റെ പ്രത്യേകതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞത് 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ലോണിന്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലോൺ അപേക്ഷിച്ചതിന് ശേഷം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ആ ഒരു തുക നമ്മുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു ആപ്പ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ സൈറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് പേഴ്സണൽ ലോൺ അപേക്ഷിക്കുക എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും പേഴ്സണൽ ലോൺ. ആ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ വരും. അത് കൃത്യമായി വായിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ലോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ലോൺ ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ നീഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണമില്ലാതാകുമ്പോഴാണ് നമ്മൾ ലോൺ അപേക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാനാണ് ഈ ഒരു പേഴ്സണൽ ലോൺ നമുക്ക് ഈ ഒരു സ്കീമിലൂടെ നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പേജ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ലോണിന്റെ സെക്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, FIBE, അതുപോലെ തന്നെ HDFC ബാങ്ക്, ഇവരൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ 10.50% to 25% വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ FIB ബാങ്കിലാണെങ്കിൽ 1.5% to 2.5 PM വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ HDFC ബാങ്ക് നോക്കുകയാണെങ്കിൽ 10.50% to
25% വരെയാണ് വരുന്നത്. ഇനി ഈ ഒരു ബാങ്കിന്റെയൊക്കെ സർവീസ് ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ പാൻ ഇന്ത്യ ആണ്. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ആക്സിസ് ബാങ്ക് വഴി ഈ ഒരു സ്കീമിന് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ FIP നോക്കുകയാണെങ്കിൽ സെലക്ടഡ് ലൊക്കേഷൻസ് ആണ്. അത് നമ്മൾ അവിടെ ഒരു ഡോക്യുമെന്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ ഒരു സെലക്ടഡ് ലൊക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് HDFC ബാങ്ക് ആണ്. അത് പാൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ബാങ്ക് വഴി നമുക്ക് ഈ ഒരു സ്കീം നേടാവുന്നതാണ്. നമുക്കപ്പോൾ ഈ ഒരു സ്ക്രീനിൽ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ പേജിലോട്ടാണ് എത്തുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സുന്ദരൻ ഒരു അങ്കിൾ നിൽപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു പേജിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് തന്നെ ഫസ്റ്റ് കാണാൻ സാധിക്കും. നീഡ് എ ലോൺ, വി മേക്ക് ഇറ്റ് ഈസി. നിങ്ങൾക്ക് ഒരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് എളുപ്പം നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സഹായമാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ ഫോർ ടേക്ക് ഓഫ്, അവിടെ തന്നെ നമുക്ക് അപ്ലൈ ഹിയർ എന്ന ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷന്റെ ഒരു പോർട്ടലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ സെലക്ട് ലോൺ കാറ്റഗറി. അപ്പോൾ അവിടെ കുറേ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പേഴ്സണൽ ലോൺ, ഹോം ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഹോം ലോൺ ആണ് വേണ്ടതെങ്കിൽ അവിടെ ഹോം ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ലോൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിൻകോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതാണോ പിൻകോഡ് ആ പിൻകോഡ് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെയും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് OTP, അവിടെ OTP ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ആ ഒരു OTP വരും. ആ ഒരു OTP നൽകി നമുക്ക് ഈ ഒരു പേജിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മളപ്പോൾ ഈ ഒരു OTP ഒക്കെ നൽകിയതിനു ശേഷം നമ്മൾ ആ ഒരു പേജിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടി വരും. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നൽകേണ്ടി വരും. അങ്ങനെ നമുക്ക് ഈ ഒരു ലോണിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ലോൺ അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, ആർക്കൊക്കെയാണ് ഈ ഒരു ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. നിങ്ങൾ ഇന്ത്യയിൽ ഉള്ള ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ ലഭിക്കുകയില്ല. നിങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ ആ ഒരു OTP ഒക്കെ നൽകി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പേജിൽ എത്തും. അവിടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇനി നൽകേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, അതുപോലെ തന്നെ ഇൻകം പ്രൂഫ്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നൽകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര രൂപയാണോ നേടേണ്ടത് അതും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നിങ്ങളുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു തുകയും നേടാൻ സാധിക്കും. മറ്റു ലോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഇത് ലഭിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ലോണുകളേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. നിങ്ങൾ സ്ഥിര വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ഒരു ലോൺ നേടാനും സാധിക്കും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്കീമുമായിട്ടാണ് ഇന്ത്യ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പദ്ധതി സർക്കാർ അംഗീകൃതമാണ്. നമുക്ക് എല്ലാവർക്കും 100% വിശ്വാസയോഗ്യമായ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ലോൺ നേടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബിസിനസ് റിലേറ്റഡ് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീം റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് 500-ലധികം കോഴ്സ് വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് മാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോയും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.